അല്ല ഇവിടുന്ന് കൊറേ പോവാനുണ്ടോ? എവിടേക്ക്? അല്ല തന്റെ വീട്ടിലേക്ക്. ഇല്ല ആ നേരെ കാണുന്ന വലിയ വീടിന്റെ ബാക്ക് സൈഡിലുള്ള വീടാ. ഓ ഓക്കെ ഓക്കെ, ഞാന് ജസ്റ്റ് അറിയാൻ വേണ്ടി ചോദിച്ചാ. അല്ല ഇവിടെ ഇറങ്ങിയല്ലോ, ഇനിയിപ്പോ കൊറേ പോവാനുണ്ടായിട്ട് മടിച്ചിട്ട് ഇറങ്ങിയതാണോന്ന് അറിയത്തില്ലല്ലോ, അതാ ജസ്റ്റ് ചോദിച്ചേ. അങ്ങനൊന്നുമില്ല. എനിവേ താങ്ക് യു, എന്നെ ഇവിടെ വരെ എത്തിച്ചന്നേനെ. എന്തോ ഒന്ന് മിസ്സാവുന്നുണ്ടല്ലോ. എപ്പോഴും എന്നോട് ഫൈറ്റ് ചെയ്യാറില്ലേ പതിവ്, ഇന്നെന്താ ഇവള് കുറച്ച് സാധുവായിട്ട് സംസാരിക്കുന്നേ? ഇനിയിപ്പോ പോവാൻ നേരത്ത് നല്ല മുട്ടൻ കച്ചറ ഉണ്ടാക്കാനായിരിക്കോ? ഹലോ. ആ പറയ്. അല്ല ഞാന് ആലോചിക്കായിരുന്നു, എപ്പോഴും എന്നോട് എന്തെങ്കിലുമൊക്കെ പൊട്ടിത്തെറി ഉണ്ടാക്കിയില്ലെങ്കിൽ നിനക്കൊരു സമാധാനം കാണത്തില്ലല്ലോ. എന്താ ഇപ്പൊ ഇങ്ങനെ സാധുവായിട്ട് സംസാരിക്കണേന്ന്? ഇനിയിപ്പോ ഇതിലും വലിയ പണിയേറ്റം മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ടോ? ഏതേ ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അപ്പൊ തന്നെ തുടങ്ങിയല്ലോ. ഇതാ ഇതാ ഞാൻ മിസ്സായെന്ന് കരുതിയേ, ഇപ്പൊ കേട്ടപ്പോ സമാധാനായി. അല്ലെങ്കിലും നിനക്കൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വന്ന എന്നെ വേണം പറയാനേ. ഓഹോ, ചില സാഹചര്യത്തിലേ ഇങ്ങനെ ചെയ്ത കാര്യങ്ങളൊക്കെ എടുത്ത് പറയേണ്ടി വരും. കാരണം അമ്മാരിയാണല്ലോ നിന്റെ വർത്താനം. സഹിക്കാൻ ഞാൻ എപ്പോഴോ തയ്യാറാ. അത് പിന്നെ നിനക്ക് ഞാൻ എന്തിനു സഹിക്കണം? എനിക്ക് അതിന്റെ ഒരു ആവശ്യമില്ല, ഞാൻ പോണേ. അത് പിന്നെ ഞാനപ്പോ ചിരിച്ചിക്കാ, അതൊക്കെ നിന്റെ തോന്നലാ. ഇങ്ങനെ മഴയും കൊണ്ട് നിന്ന് കഴിഞ്ഞാലേ പനി പിടിക്കാം. ഓ അതിന് നിന്റെ കാര്യം ആരാ പറഞ്ഞേ? ഞാനേ എന്റെ കാര്യ പറഞ്ഞേ. ഇങ്ങനെ പനി പിടിച്ചു കഴിഞ്ഞാലേ ഇനിയിപ്പോ കോളേജ് ട്രിപ്പ് ഒക്കെ ഉള്ളതാ, അതൊന്നും ക്യാൻസൽ ചെയ്യാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല. അതാ നീ വേഗം ചെല്ലാൻ നോക്ക്. അല്ല ഒരു മിനിറ്റ്, അത് പിന്നെ നീ കോളേജ് ടൂറിന് വരുന്നുണ്ടോ? സന്തോഷം. അല്ല അത് പിന്നെ ടൂറിനെ ഞാനുണ്ട്, അപ്പൊ പിന്നെ നീ ഉണ്ടാവത്തില്ലല്ലോ, അതാ. അല്ല നിനക്ക് എന്നെ കണ്ട പേടിയൊക്കെ ഉള്ളതുകൊണ്ടേ നീ എന്തായാലും ഞാനുണ്ടെങ്കിൽ വരത്തില്ലല്ലോ, അതറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്നാ ശരി, ഓക്കെ ബൈ. നീ ഇങ്ങനൊക്കെ പറഞ്ഞു ആശ്വസിച്ചോ? എന്നാലും ഞാനുള്ള ടൂറിന് നീ എന്തായാലും വരത്തില്ലെന്ന് എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് എന്തായാലും മോള് മഴ നനയണ്ട, വേഗം പോയിക്കോ. ഉറപ്പാണല്ലോ? അത് മതി എനിക്ക്. ഹേയ് ഒന്നുമില്ല, നടക്കുമ്പോ നോക്കാന്ന്. താനിപ്പോ പോവാൻ നോക്കേ, എനിക്ക് ഓരോ മഴയൊന്നും നനഞ്ഞൂടാ, ഞാൻ പോണേ. അല്ലേലും ഇവിടെ ആവശ്യമുള്ള നേരത്തെ വിളിച്ച ഫോൺ തന്നെ എടുക്കത്തില്ല. കമോൺ തേജ, പിക്ക് അപ്പ് ദ കോൾ. നീ എടുത്ത നിനക്ക് നല്ലത്, കാരണം നിന്റെ ലൈഫിനെ കുറിച്ച് സംസാരിക്കാനാ ഞാൻ ഈ കടന്ന് വിളിക്കുന്നേ. കമോൺ കമോൺ. ഈ അടുത്തായിട്ട് എന്റെ ഡ്രസ് കളക്ഷൻ തീരെ പോരാ. ഇനി മമ്മിനോട് പറഞ്ഞ് പുതിയ ഏതെങ്കിലും ആളെ നോക്കണം. ഈ അടുത്ത്
നിന്നോട് പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാ വിളിച്ചേ. സീരിയസ് ആയിട്ടുള്ള കാര്യമാണോ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് വിളിക്കേ? കാരണം എനിക്ക് ഡ്രസ്സസ് ഒക്കെ സെലക്ട് ചെയ്യണം. നിനക്ക് അറിയാലോ, ഞാൻ ഡ്രസ്സസ് സെലക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ അതിന് എനിക്ക് ടൈം കാണത്തുള്ളൂ. അതാ ജസ്റ്റ് എന്റെ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ, അതിനോടാ ചോദിച്ചേ. ഇത് നിനക്ക് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യാ. നിന്റെ ജിമ്മിനെക്കാട്ടും നിന്റെ ടൂർ ഒന്നും നിനക്ക് ഇമ്പോർട്ടന്റ് അല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ജിമ്മിന്റെ കാര്യോ? അല്ല, എന്താ പറ്റി? എന്താ കാര്യമാ? ടെൽ മീ. കൂൾ ഞാൻ പറയണേ ശ്രദ്ധിച്ചു കേക്ക്. ഇന്ന് കോളേജ് വിട്ട് ജിം എങ്ങനെ പോയേ? അത് പിന്നെ കിമ്മിന്റെ കൂടെ ബൈക്കിൽ പോണത് കണ്ടായിരുന്നു. അല്ല, എന്താ പറ്റി? എന്നാലേ അത് നിന്റെ വെറും തോന്നലാ. ജിമ്മിന്ന് ആരെ കൂടെ പോയെന്നറിയോ? അതെങ്ങനെ എനിക്കറിയാം ജോഹി, നീ പറഞ്ഞാലല്ലേ എനിക്കറിയത്തുള്ളൂ. ടെൽ മീ, ആരെ കൂടെ അങ്ങനെ പോയേ? ലൂസിന്റെ കൂടെ. റിയലി തേജ, ഞാൻ എന്റെ രണ്ട് കണ്ണോണ്ട് കണ്ടതാ ജിമ്മും ലൂസിയും ഒരുമിച്ച് ബൈക്കിൽ പോണത്. How possible? ഞാൻ എന്റെ രണ്ട് കണ്ണോണ്ട് കണ്ടതാണേ. കിമ്മും ജിമ്മിനും കൂടെ ബൈക്കിൽ പോണത്. പിന്നെ എങ്ങനെ ലൂസിന്റെ കൂടെ ജിം? No way. നീ കണ്ടത് വേറെ ആരെങ്കിലായിരിക്കും ജോഹി. അല്ലെങ്കിലും സത്യം കുറച്ച് കൈപ്പായിരിക്കും. അത് കരുതി അംഗീകരിക്കാണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാനേ എന്റെ രണ്ട് കണ്ണോണ്ടും കണ്ടതാ ജിമിനും ലൂസിയും ബൈക്കിൽ ഒരുമിച്ച് ആ പെരും മഴയത്ത് പോണത്. അതൊന്നും എനിക്ക് അറിഞ്ഞൂടെ തേജ. ഞാൻ കണ്ട കാഴ്ച ജിമ്മും ലൂസിയും ബൈക്കില് ഒരുമിച്ച് ക്ലോസ് ആയിട്ട് അവരെന്റെ പോണതാ കണ്ടേ. ഹലോ തേജ, ലൈനിലുണ്ടോ? കോളേജ് ട്രിപ്പ് കഴിയുന്നതോടെ കൂടി ആ ലൂസിന്റെ കാര്യം അവസാനിച്ചിരിക്കും. അയ്യവാ, നല്ല അടിപൊളി സ്റ്റോറി ആണല്ലോ. ഇങ്ങനെ സ്റ്റോറികളൊക്കെ പഠിച്ചോക്കുന്നത് നല്ലതാ. കാരണം ഞാനിപ്പോ ഒരു ചിറ്റയാവാൻ പോണ ആളല്ലേ. അപ്പൊ പിന്നെ എന്റെ കുട്ടിക്കുറുമ്പിക്കോ അല്ലെങ്കിൽ എന്റെ കുട്ടിക്കുറുമ്പനെ പറഞ്ഞു കൊടുക്കാൻ എന്റെ കയ്യില് ഒരുപാട് സ്റ്റോറീസ് ഒക്കെ വേണ്ടേ. അല്ലേലും ഈ മഴ പെയ്യുന്ന സമയത്ത് ജനലിന്റെ അടുത്ത് വന്നിരുന്ന് ആ ജനലൊന്ന് തുറന്ന് മഴയിനെയും രസിച്ച് ഈ ചെറിയ കഥകളൊക്കെ വായിക്കുമ്പോ കിട്ടുന്ന ഫീൽ ഉണ്ടല്ലോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അതെ അത് താൻ പറഞ്ഞ സത്യമാ. ഈ ജിമ്മിന് തൂണിലും തുരുമ്പിലും എല്ലായിടത്തും കാണുന്നേ. വീട്ടില് മാത്രല്ല, താൻ സമ്മതം തന്ന തന്റെ മനസ്സിലും. പിന്നെ മനസ്സിലിടം വരാൻ പറ്റിയ മുതല് എനിക്ക് തന്നെ കാണുമ്പോ തന്നെ കലിപ്പാ. അങ്ങനെയുള്ള ഞാനല്ലേ എന്റെ മനസ്സിൽ ഇയാൾക്ക് സ്ഥാനം എനിക്ക് തരാൻ പോണേ. അതൊക്കെ നീ വേറെ ആരോടെങ്കിലും പറഞ്ഞാ മതി. എനിക്കറിയാം എന്റെ ലൂസിക്ക് എന്നെ എന്തോ ഇഷ്ടാന്ന്. അയ്യോ, എന്നാലേ അതൊക്കെ തന്റെ തോന്നല് മാത്രാ. അല്ലാന്നേ, അത് എന്റെ മാത്രം തോന്നലല്ല, എന്റെ ലൂസിന്റെയും കൂടെ തോന്നലാ. ലൂസി അത്ര ഇല്ലെന്ന് പറഞ്ഞാലും ലൂസിന്റെ കണ്ണ് അതെന്നോട് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലേ ലൂസി, അതൊക്കെ നിനക്ക് എന്നോടുള്ള ഇഷ്ടം കൊണ്ട് വരുന്ന ദേഷ്യാന്നേ, അല്ലാതെ നിന്റെ മനസ്സിന്ന് വരുന്ന വെറുപ്പല്ല. കാരണം നീ അറിയാണ്ട് തന്നെ നീ എന്നെ സ്നേഹിച്ചു തുടങ്ങി. അതൊന്ന് നീ അപ്സെറ്റ് ചെയ്യുന്നേ. കണ്ടാലെന്താ? കണ്ടാ ഒന്നും സംഭവിക്കത്തില്ലെന്നേ. എടി ലൂസി, എന്താടി എന്തെങ്കിലും അന്തം വിട്ട് നിക്കുന്നേ? ഇതിനു മുന്നേ നീ എന്നെ കണ്ടിട്ടില്ലയോ? എന്റെ
ബാക്കിലോ? എന്റെ ബാക്കിൽ എന്താ? ജിയോ? അല്ലടി പെണ്ണെ, നിനക്ക് എന്താ വട്ടായോ? ഓ, ഞാൻ വന്ന കാര്യം മറന്ന്. അത് പിന്നെ ഞാന് ചെറിയമ്മനോട് ടൂറിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ചെറിയമ്മ നിന്റെ പേരും കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടേ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നാ ശരി, നാളെ കാണാം. ബൈ. അങ്ങനെ ബാക്കിയുള്ളവർക്കൊന്നും നീ കാണുന്ന പോലെ കാണാൻ പറ്റത്തില്ലെന്നേ. നിനക്ക് എന്നോടുള്ള ഇഷ്ടക്കൂടുതലോണ്ടാ ഞാൻ നിന്റെ കണ്ണില് മാത്രം പെടുന്നേ. നീ എത്ര വിളിച്ചിട്ടും കാര്യമില്ല. ഈ ജിമ്മേ ഇപ്പൊ തൽക്കാലം നിന്റെ കണ്ണില് മാത്രമേ കാണത്തുള്ളൂ. അതെ, ഞാനേ ചെറുപ്പക്കാരനാ, കുറച്ചും കൂടി ജീവിക്കാൻ ആഗ്രഹമുണ്ട്. നീ ഇപ്പൊ തന്നെ എന്നെ മേലോട്ട് അയക്കോ? എന്റെ നിനക്കെന്നെ കാണണ്ടേ? ലൂസി, എന്റെ കണ്ണിലേക്ക് നോക്ക്. ആ നോക്കന്നേ. നീ നിന്റെ മനസ്സില് എന്നെ കുറിച്ച് ആലോചിക്കുന്നുണ്ടോ? ഞാൻ നിന്റെ കണ്ണില് മാത്രം തെളിയുന്നേ. എന്നാ ഈ കണ്ണ് നോക്കി നീ പറ, നീ എന്നെ കുറിച്ച് ഒരു മിനിറ്റ് പോലും, എന്തിന് ഒരു സെക്കൻഡ് പോലും ആലോചിച്ചിട്ടില്ലാന്ന്. ഇനിയെങ്കിലും നിനക്കൊന്ന് സമ്മതിച്ചു തന്നൂടെ ലൂസി? നിന്റെ മനസ്സില് ഞാൻ ഉണ്ടെന്ന്. എന്നാ ഓക്കെ ഫൈൻ, നീ ഒരു കാര്യം ചെയ്, എന്റെ കണ്ണില് നോക്കി എന്നോട് പറ നിനക്ക് എന്നെ ഇഷ്ടമല്ലാന്ന്. എന്നാ പിന്നെ എന്നേക്കായിട്ട് നിന്റെ ലൈഫൊന്ന് ഞാൻ പോയിക്കോളാം. പറ ലൂസി, നിനക്ക് എന്നെ ഇഷ്ടമല്ലെന്നല്ലേ പറഞ്ഞേ? നിന്റെ മനസ്സില് ഞാൻ ഇല്ലെന്നല്ലേ പറഞ്ഞേ? അപ്പൊ പിന്നെ എന്റെ കണ്ണ് നോക്കി പറ. പറ. അതാ ഞാൻ പറഞ്ഞേ, എനിക്കറിയാം ഇത് നിന്നെ കൊണ്ട് പറ്റത്തില്ലെന്ന്. കാരണം നിന്റെ മനസ്സില് ഞാൻ മാത്രമാ. ഇന്നല്ലെങ്കിൽ നാളെ നീ നിന്റെ വാഗോണ്ടെന്നത് പറയും. അത് എനിക്ക് ഉറപ്പാ. എനിക്ക്